ഇപ്പോഴത്തെ ഈ ആരാധനാലയങ്ങളിലൊക്കെ കാണുന്ന ഒരു VIP കൾച്ചറില്ലേ, അതിനോട് സാർ യോജിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ക്ഷേത്രത്തിൽ പോകുമ്പം അല്ലെങ്കിൽ ആരാധനാ സ്ഥലങ്ങളിൽ പോകുമ്പം നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നൊരു പ്രവണതയാണ് VIP കൾച്ചർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അടുത്തിടയ്ക്ക് ഒരു വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ പോയി. കുറച്ച് ദിവസത്തെ വ്രതാനുഷ്ഠാനമൊക്കെ എടുത്ത് അതിനുശേഷമാണ് ആ ക്ഷേത്രത്തിൽ പോയത്. കിലോമീറ്ററുകൾ നടന്ന് കുത്തനെയുള്ള കയറ്റമൊക്കെ കയറി ആ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞപ്പം, അതായത് ആ ദേവതയെ തൊഴാൻ കൈ ഇങ്ങനെ കൂപ്പിയത് എനിക്കറിയാം. ഈ കൈ രണ്ടും കൂട്ടിമുട്ടിക്കുന്നതിന് മുമ്പ് അവിടെ നിന്ന് സെക്യൂരിറ്റി ജോലിയിലുള്ള ഒരു പോലീസുകാരൻ എൻ്റെ ഈ കൈ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി, അത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് വലിച്ച് അങ്ങോട്ട് മാറ്റി നിർത്തുക. തിരിഞ്ഞു നോക്കിയപ്പം അവിടെ നിരന്ന് പുറയിൽ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. അപ്പം അവരെങ്ങനെ അവിടെ വന്നു സെപ്പറേറ്റ് ഒരു ക്യൂവിൽ? ഒരു ചോദ്യം. അപ്പം അവർക്ക് തൊഴാൻ വേണ്ടിയാണ് എന്നെ പിടിച്ച് സൈഡിലേക്ക് മാറ്റി നിർത്തുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്നൊരു ഭക്തനാണ്, അവരവിടെ ഭക്തരാണ്. അപ്പം ഞാനൊരു ലോ ഗ്രേഡ് ഭക്തനാണെന്ന് ഒരു നിമിഷം ഞാനൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ആ ദേവതയെ നോക്കിയിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് മാറി നിന്നപ്പം വീണ്ടും ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ, വലിയ തിരക്കൊന്നുമില്ല, പോ എന്നുള്ളൊരവസ്ഥയായി. പോകുന്നില്ല എന്നുള്ള വാശി പിടിച്ച് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഒരു പ്രശസ്ത സിനിമാ താരം, ഒരു തെന്നിന്ത്യൻ സിനിമാ താരം അവിടെ എത്തി. സിനിമാ താരം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഒരു ശാന്തിക്കാരൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ദണ്ടൊക്കെ എടുത്ത് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കുക. ഇദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, ഇത് ഇന്ന ദേവത അല്ല, അത് ഇന്ന ദേവത, അയ്യോ അല്ല, അയാൾക്ക് ദേവതയേക്കാൾ പ്രിയം. എനിക്ക് തോന്നി ഈ സിനിമാ നടനെ പിടിച്ച് ശ്രീകോവിലിൽ ഇരുത്തണമെന്നും ദേവതയെ പിടിച്ച് തൊഴാൻ നിർത്തണമെന്നും. അഹങ്കാരം പറയല്ല, പലർക്കും അത് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നാം, പക്ഷേ യാഥാർത്ഥ്യമായിപ്പോയി. എനിക്ക് അന്നേരം അങ്ങനെ തോന്നി. അപ്പോൾ ഈ സിനിമാ നടൻ നിൽക്കുമ്പം പലരും സിനിമാ നടൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ദേവത അകത്ത് ഐസൊലേറ്റഡ് ആയിട്ടിരിക്കുവാണ്. പലരും സിനിമാ നടൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ചിലർ തൊഴുതിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വളരെ നേരെ ഈ സിനിമാ നടൻ നിന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന കീർത്തനങ്ങളോ മന്ത്രങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളോ ഒക്കെ ചൊല്ലി നിന്ന് തൊഴുകയാണ്. എനിക്ക് ആ സിനിമാ നടനോടൊരു വിരോധമില്ല, അദ്ദേഹത്തിന് അത് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃതം, നന്നായി വരട്ടെ. പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഇത്രയും നേരം യാതൊരു തടസ്സവുമില്ലാതെ തൊഴുക. ആ സമയത്ത് എനിക്ക് കൈ കൂപ്പാൻ നേരത്ത് എൻ്റെ കൈ പിടിച്ചില്ല, നമ്മളെ എടുത്ത് എറിയുമല്ലോ, ആ രീതിയിൽ പേപ്പർ ഓഫീസ് ഫയലൊക്കെ എടുത്ത് എറിയുന്ന പോലെ എന്നെ പിടിച്ചു മാറ്റുന്നൊരവസ്ഥയുണ്ടായി. അപ്പോൾ ഇത് ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ല ഞാൻ കാണുന്നത്. ഇപ്പം കേരളത്തിന് പുറത്ത് ഒരു ക്ഷേത്രത്തിൽ ഞാൻ പോയ സമയത്ത് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോഴേ പിടിച്ച് തെള്ളി അങ്ങ് മാറ്റുവാണ്. പൊയ്ക്കോ, അതായത് നമ്മൾ പോകുന്ന വഴിക്ക് ശ്രീകോവിൽ പാസ് ചെയ്ത് പോകുമ്പം ഇങ്ങനെ തൊഴുതുകൊണ്ട് അങ്ങ് പൊയ്ക്കോണം. നമ്മൾ ചൂലൊക്കെ കൊണ്ട് വെള്ളമൊക്കെ ഇങ്ങനെ എടുത്ത് മാറ്റുന്ന രീതിയിൽ നമ്മളങ്ങ് പൊയ്ക്കോണം. എന്നാൽ അതേ സമയത്ത് അവിടെ സ്പെഷ്യൽ പാസ് ഉണ്ട്. പൈസ അടച്ച് സ്പെഷ്യൽ പാസ് എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് തൊടാം. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞ ഒരു മര്യാദകേടാണ്. ക്ഷേത്രങ്ങളിൽ സ്പെഷ്യൽ പാസുകൾ പാടില്ല, VIP ക്യൂ പാടില്ല. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ തലവൻ, ഒരു ഭരണാധികാരി വന്നാൽ പൂർണ്ണ കുംഭം കൊടുത്ത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല, അതിന് വിധിയുണ്ട്, അത് തെറ്റില്ല. പക്ഷേ ഒരു ഭരണാധികാരി അല്ലാത്ത ഒരാൾക്ക്, ഭരണാധികാരിക്ക് എന്ന് പറയുമ്പം ഒരു ഭരണാധികാരിയെ ആശ്രയിച്ചു കൂടിയാണ് ഇപ്പോൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പോലും ഒരു ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പ് നിൽക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ രാഷ്ട്രത്തലവന് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നൊരു പരിഗണന ഏതിലും ഒരു ബിസിനസ്സുകാരന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതിലും ഒരു സിനിമാ നടന് കൊടുക്കേണ്ട ആവശ്യമില്ല. തന്നെയല്ല, ഈ രാഷ്ട്രത്തലവനും ഭരണാധികാരിയും മുഖ്യമന്ത്രിയൊക്കെ അവർക്ക് പോയിട്ട് നൂറൂട്ടം കാര്യം ചെയ്യാനുണ്ട്, നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ അവർ പോയിട്ട് അവരുടെ കാര്യം ചെയ്തോട്ടെ, അവർ പെട്ടെന്ന് കണ്ടിട്ട് പൊയ്ക്കോട്ടെ, അവർക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുത്തോട്ടെ, എല്ലാം ചെയ്തോട്ടെ. പക്ഷേ ഒരുത്തൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് അവന് ദേവതയെ ഇത്രയും ക്ഷേത്രത്തിൽ സൗകര്യങ്ങൾ ലഭിക്കുകയും കൂലിപ്പണി എടുത്തിട്ട് വരുന്ന ഒരുത്തന് ആ ദേവതയെ മനസ്സമാനമായിട്ട് തൊഴാൻ സാധിക്കാതെ വരുന്നൊരവസ്ഥയെന്ന് പറയുന്നത് അനീതിയാണ്. അപ്പോൾ ഇതൊരു കച്ചവടവൽക്കരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ഇതിനോട് ശക്തമായിട്ട് വിയോജിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് മാറട്ടെ എന്നും ആഗ്രഹിക്കുന്നു. ഈ ഒരു നിലപാട് കൊണ്ട് തന്നെ ഇനി പല ക്ഷേത്രങ്ങളിലും പോകണ്ട എന്ന് വരെ മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ആ ദേവതയുടെ ഒരു സ്നേഹം വരുമ്പോൾ അങ്ങ് പോകുന്നതാണ്, എത്രത്തോളം പോകുമെന്നും അറിയത്തില്ല. അപ്പം ഈ ഒരു VIP കൾച്ചർ മാറട്ടെ.